സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ലഹരി മാഫിയ. സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറുക്കുന്നത് തടയാനായി സർക്കാർ നടത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചാണ് ലഹരി ഉപയോഗം വ്യാപകമാകുന്നത്. ഇതിനകം തന്നെ ലഹരി മാഫിയകളും വിപണനവും ഉപയോഗവും എല്ലാ തുറകളിലും വ്യാപകമാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വ്യാപകമാകുന്ന രഹസ്യ വാർത്തകൾ വളരെ കാലം മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്നതുമാണ്. സംസ്ഥാനമാകെ ലഹരി പിടിമുറുക്കുന്നത് തടയാൻ കാലേ കൂട്ടി സർക്കാർ കർശനമായ നടപടി എടുത്തില്ല എന്ന ആരോപണം പരക്കെ ഉയർന്നു വന്നതുമാണ്. കാലം കടന്ന ശേഷമാണ് എക്സൈസ് വകുപ്പും സർക്കാരും കണ്ണു തുറക്കുന്നതെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. കഞ്ചാവിലും നാടൻ ഹൈബ്രിഡും സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും പിടിയിലായത് ഹൈബ്രിഡ് കഞ്ചാവുമായാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1.6 ഗ്രാം കഞ്ചാവ് ലഭിച്ചത്. ഇപ്പോഴത്തെ സർക്കാർ സംവിധാനം കൊണ്ട് ലഹരി മാഫിയകളെ തൊടാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തരാണ് മാഫിയ. അതിന് പിന്നിൽ അവർക്ക് സഹായം ഒരുക്കുന്നത് വമ്പൻ സ്രാവുകളാണെന്ന രഹസ്യ വിവരവും പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിലും മാഫിയയ്ക്ക് നല്ല പിടിയും ബന്ധവുമാണെന്നാണ് വിരമിച്ച ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. എന്തായാലും ലഹരി വ്യാപകം സംസ്ഥാനത്തിന് അപകട ഭീഷണിയാണ്. ഇതിൻ്റെ എല്ലാം സൂചനകൾ കണ്ടു തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. പഹൽഗാം ആക്രമണത്തിൽ ഡിജിറ്റൽ തെളിവിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്നു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധം സംബന്ധിച്ച് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതായി ഇന്ത്യ. ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസിയുടെ പങ്കാണ് തെളിഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും ഇതുവരെ ഇല്ലെന്നാണ് പാകിസ്ഥാൻ വാദിച്ചു വന്നിരുന്നത്. അതിനുള്ള ചുട്ട മറുപടിയാണ് ഈ ഡിജിറ്റൽ തെളിവുകളെന്ന് അധികൃതർ പറയുന്നു. ഞങ്ങളുടെ ആണവായുധങ്ങൾ കാണാൻ കാഴ്ചയ്ക്കുള്ളതല്ല, ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാനുള്ളതാണെന്ന് പാകിസ്ഥാന്റെ ഭീഷണി. ഇന്ത്യക്ക് നേരെ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന പരസ്യ ഭീഷണിയുമായി പാകിസ്ഥാൻ മന്ത്രി ഹനീഫ് അബ്ബാസിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ആണവായുധം ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഹനീഫ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിൽ ഗോരി ഷഹീൻ ഗസ്തവ് മിസൈലുകൾ ഉൾപ്പെടെ 199 ആണവ പോർമുനകളുണ്ട്. അതെല്ലാം ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും പറഞ്ഞു. സിന്ധു നദീജല കരാർ നിർത്തിവെച്ച് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടസ്സപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായാൽ അവർ യുദ്ധത്തിന് തയ്യാറാവണം. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശനത്തിന് വയ്ക്കാനുള്ളതല്ല. ഞങ്ങളുടെ ആണവായുധങ്ങൾ എവിടെയെല്ലാം ഉണ്ട്, ആർക്കും അതൊന്നും അറിയാൻ കഴിയില്ല. അതെല്ലാം ഇന്ത്യയെ ലക്ഷ്യമിടുന്നതാണ് എന്ന് ഹനീഫ് അബ്ബാസി ഭീഷണി മുയർത്തിയിരിക്കുന്നു. ശ്രീമതിയെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് മാറ്റിയത് പാർട്ടി തീരുമാനമെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രി വിലക്കേർപ്പെടുത്തിയെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി അല്ല, പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. PK ശ്രീമതി സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കേണ്ട നിലപാടിന് പിന്നിലെന്ന് ഗോവിന്ദൻ പറഞ്ഞു. 75 വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി റിട്ടയർ ചെയ്ത് എന്ന് പറയാൻ പറ്റില്ല. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിലാണ് പ്രത്യേക പരിഗണന നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്.
അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു.